ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണവും ജില്ലാ പഠന ക്ലാസും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പരിപാടി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണവും അംഗങ്ങൾക്കായി ജില്ലാ പഠന ക്ലാസും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പരിപാടി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. സിംഗപ്പൂരിൽ നിർധനരായിട്ടുള്ള രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരം, നമുക്കറിയാലോ, നമ്മുടെ രാജ്യം സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന രാജ്യത്തിൽ നമ്മുടേതെന്ന് പറയുന്ന രീതിയിലേക്ക്, എൻ്റെ രാജ്യമെന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തി. അവിടെ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ പറഞ്ഞില്ല, എൻ്റെ രാജ്യം ആകുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഉജ്ജ്വലമായ സമര പോരാട്ടം. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച് ഇൻഡിപെൻഡൻസ് ലീഗിൽ ചേർന്നുകൊണ്ടാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 1943 സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂർ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് INA-യുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അതിൽ ആകൃഷ്ടയായി പോരാട്ടത്തിന് തയ്യാറാകുകയും അവിടെ വെച്ച് പരിശീലനം ലഭിക്കുകയും അവരുടെ നേതൃത്വത്തിൽ കുറേ സ്ത്രീകളെ സംഘടിപ്പിക്കുകയും അങ്ങനെ ഝാൻസി റെജിമെൻറ്റിൻ്റെ കേണലായി മാറുകയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുകയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ പെൺസിംഹം എന്നാണ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്, പെൺസിംഹം എന്നേ പറയുന്നുള്ളൂ കേട്ടോ, സിംഹമെന്ന് പറയുന്നില്ല. അവിടെയും പുരുഷ മേധാവിത്വത്തിൻ്റെ ഇടപെടലുണ്ട്. അപ്പോൾ പെൺസിംഹം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത്. അതിനുശേഷമാണ് പ്രേംകുമാർ സൈഗാളിനെ വിവാഹം കഴിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് കഴുത്തിൽ സ്റ്റെതസ്കോപ്പും കയ്യിൽ തോക്കുമായിട്ടാണ് ലക്ഷ്മി സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വന്നത്. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ബിജു എസ് തിരുമലയിൽ പഠന ക്ലാസ് നയിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് MP ഷൈനി, ജില്ലാ പ്രസിഡന്റ് ബീന ബാബുരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈല PS, ജില്ലാ വൈസ് പ്രസിഡന്റ് മേരി ജോർജ് തോട്ടം, മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സീനത്ത് മീരാൻ, ഏരിയ പ്രസിഡന്റ് സ്മിത ദിലീപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.